ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 7 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 8, 9, 10 എന്നീ 3 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വയദ്റഉ അൻഹൽ അസാബ അൻ തശ്ഹദ അർബഅ ശഹാദാതിൻ ബില്ലാഹി ഇന്നഹു ലമിനൽ കാസിബീൻ വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനസ് സ്വാദിഖീൻ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, ഭാര്യ ഭർത്താക്കൾക്കിടയിൽ വ്യഭിചാര ആരോപണ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള പ്രതിവിധി എന്നുള്ള കാര്യം. അതായത് ആരാണോ ആരോപണം ഉന്നയിക്കുന്നത്, ആ ആരോപണം ഉന്നയിക്കുന്ന ആൾ 4 പ്രാവശ്യം അള്ളാഹുവിൻ്റെ പേരിൽ സാക്ഷ്യം പറയണം, ഞാൻ പറയുന്നത് സത്യമാണ് എന്നുള്ള കാര്യം. 5-മതായിക്കൊണ്ട് ആ ആൾ പറയണം, അഥവാ ഞാൻ പറയുന്നതെങ്ങാനും കളവാണെങ്കിൽ എൻ്റെ പേരിൽ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടായിക്കോട്ടെ എന്ന്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗം കഴിഞ്ഞു. പിന്നെ ആർക്കെതിരെയാണോ ആരോപണം അയാളുടെ അവസരമാണ്. അതായത് ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ചാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ആദ്യം ആ ഭർത്താവ് പറയും, 4 പ്രാവശ്യം സാക്ഷ്യം പറയും, ഞാൻ പറയുന്നത് സത്യമാണ്, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ. 5-മതായിക്കൊണ്ട് അദ്ദേഹം പറയണം, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എൻ്റെ മേലുണ്ടായിക്കോട്ടെ എന്ന്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ശിക്ഷയില്ല. ആരെക്കുറിച്ചാണോ ആരോപണം ഉന്നയിച്ചത് അവർക്ക് ശിക്ഷ ലഭിക്കാനുള്ള കാരണമായി. എന്നാൽ ആ ആൾക്ക്, അതായത് ആരെക്കുറിച്ചാണോ ഈ ആരോപണം പറയുന്നത്, അയാൾക്കും അയാളുടെ ഭാഗം പറയാനുള്ള അവസരമുണ്ട്. അതാണ് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. വയദ്റഉ അൻഹൽ അസാബ അൻ തശ്ഹദ അർബഅ ശഹാദാതിൻ ബില്ലാഹി ഇന്നഹു ലമിനൽ കാസിബീൻ. വയദ്റഉ, വാവ് അത്ഫിൻ്റെ വാവായിട്ടോ ഇസ്തിനാഫയുടെ വാവായിട്ടോ പറയാം. ഇസ്തിനാഫയുടെ വാവായിട്ട് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിനർത്ഥം കൊടുക്കേണ്ടതില്ല. അത്ഫിൻ്റെ വാവായിട്ട് പറയുമ്പോൾ എന്നൊരർത്ഥം കിട്ടും. യദ്റഉ, ദറഅ എന്ന് പറഞ്ഞാൽ തടഞ്ഞു, തട്ടിക്കളഞ്ഞു എന്നൊക്കെയാണ്. യദ്റഉ തടയും അല്ലെങ്കിൽ തട്ടിക്കളയും. വയദ്റഉ അത് അത്ഫിൻ്റെ വാവാണെങ്കിൽ തട്ടിക്കളയുകയും ചെയ്യും, തടയുകയും ചെയ്യും. ഇസ്തിനാഫയുടെ വാവാണെങ്കിൽ അർത്ഥം കൊടുക്കേണ്ടതില്ല, തട്ടിക്കളയും അല്ലെങ്കിൽ തടയും എന്നുള്ള രൂപത്തിൽ അർത്ഥം കൊടുത്താൽ മതി. അൻഹ അവളിൽ നിന്ന്, അൻഹ അവളിൽ നിന്ന്, അൽ അസാബ ശിക്ഷയെ, അസാബ് ശിക്ഷ, ഇവിടത് മഫ്ഊലും ബിയുടെ രൂപത്തിൽ വന്നു. അപ്പോൾ ശിക്ഷയെ, അവളുടെ മേലിൽ നിന്ന് ശിക്ഷയെ തടയുകയും ചെയ്യും. എന്ത്? അൻ തശ്ഹദ, ഷഹിദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞു, സാക്ഷ്യം വഹിച്ചു. യഷ്ഹദു അവൻ സാക്ഷ്യം വഹിക്കും, അവൻ സാക്ഷ്യം വഹിക്കുന്നു. തഷ്ഹദു അവൾ സാക്ഷ്യം വഹിക്കും, അവൾ സാക്ഷ്യം വഹിക്കുന്നു. അല്ലെങ്കിൽ നീ സാക്ഷ്യം വഹിക്കും, നീ സാക്ഷ്യം വഹിക്കുന്നു. അത് ആ ഒരു സന്ദർഭം നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. അവൾ എന്നാണോ നീ എന്നാണോ അർത്ഥം കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ അവൾ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ തഷ്ഹദു അവൾ സാക്ഷ്യം വഹിക്കും. അതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ അൻ തഷ്ഹദ എന്നാവും, സാക്ഷ്യം പറയൽ, അവൾ സാക്ഷ്യം പറയൽ എന്നാവും. അൻ എന്നുള്ളതിന് അങ്ങനെ ആവാൻ എന്നൊരർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അത് മസ്ദറിൻ്റെ അർത്ഥത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്ന് കൊടുത്തത്. അൻ തഷ്ഹദ എന്ന് പറയുമ്പോൾ അവളുടെ സാക്ഷ്യം പറയൽ. അർബഅ ഷഹാദാത്തിൻ ബില്ലാഹി, അർബഅ 4, ഷഹാദാത്തിൻ, ഷഹാദത്തുൻ ജംഅ് ഷഹാദാത്ത്, ഷഹാദത്തുൻ സാക്ഷ്യം, ഷഹാദാത്ത് സാക്ഷ്യങ്ങൾ. അർബഅ ഷഹാദാത്തിൻ 4 സാക്ഷ്യങ്ങൾ. ബില്ലാഹി, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഇൽ ഓട്, പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇൽ എന്നർത്ഥം. ബില്ലാഹി അള്ളാഹുവിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ 4 സാക്ഷ്യം പറയൽ. എന്താണ് പറയേണ്ടത്? ഇന്നഹു തീർച്ചയായിട്ടും അവൻ, അദ്ദേഹം, അതായത് ആദ്യം പറഞ്ഞ ആൾ, ഇന്ന നിശ്ചയമായും, ഹു അദ്ദേഹം, ഇന്നഹു തീർച്ചയായും അദ്ദേഹം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആദ്യം പറഞ്ഞ ആൾ,
ലമിനൽ കാസിബീൻ, ല അങ്ങനെ തന്നെ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, കാസിബീൻ, കസബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു, കാസിബ് കളവ് പറയുന്നവൻ, കാസിബൂൻ കളവ് പറയുന്നവർ. അതിൻ്റെ മുമ്പിൽ മിൻ വരുമ്പോൾ മിനൽ കാസിബീൻ എന്നാവും, കളവ് പറയുന്നവരിൽ പെട്ട അല്ലെങ്കിൽ കളവ് പറയുന്നവരിൽ പെട്ടവൻ. ലമിനൽ കാസിബീൻ, കളവ് പറയുന്നവരിൽ പെട്ടവൻ തന്നെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വയദ്റഉ അൻഹൽ അസാബ അൻ തഷ്ഹദ അർബ ഷഹാദാത്തിൻ ബില്ലാഹി ഇന്നഹു ലമിനൽ കാസിബീൻ. നിശ്ചയമായും അദ്ദേഹം കളവ് പറയുന്നവരിൽ പെട്ടവൻ തന്നെയാണ് എന്ന് 4 പ്രാവശ്യം അള്ളാഹുവിൻ്റെ പേരിൽ സാക്ഷ്യം പറയൽ അവളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും, അല്ലെങ്കിൽ അവളെ ശിക്ഷയിൽ നിന്ന് തടയും. അടുത്തായത് വൽ ഖാമിസത്ത അന്ന ഗളബല്ലാഹി അലൈഹ ഇൻ കാന മിന സ്വാദിഖീൻ. വൽ ഖാമിസത്ത, ഇനി 5-മതായിക്കൊണ്ട്, വാവ് ഇസ്തിനാഫിയുടെ വാവ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. വൽ ഖാമിസത്ത 5-മതായിക്കൊണ്ട്, അതായത് 4 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു, ഇനി 5-മതായിക്കൊണ്ട് പറയണം. എന്താണ് പറയേണ്ടത്? അന്ന തീർച്ചയായും, ഗളബല്ലാഹി, ഗളബ കോപം, ഗളബല്ലാഹി അള്ളാഹുവിൻ്റെ കോപം, അന്ന ഗളബല്ലാഹി തീർച്ചയായും അള്ളാഹുവിൻ്റെ കോപം, അലൈഹ അവളുടെ മേൽ, അല എന്ന് പറഞ്ഞാൽ മേൽ, ഹ അവളുടെ, അലൈഹ അവളുടെ മേൽ എന്ന് പറഞ്ഞാൽ അവളുടെ മേൽ ഉണ്ടായിക്കോട്ടെ, അവളുടെ മേൽ സംഭവിക്കട്ടെ. ഇൻ കാന, ഇൻ എന്ന് പറഞ്ഞാൽ എങ്കിൽ, കാന ആണ് ആകുന്നു, ഇൻ കാന ആണെങ്കിൽ, മിന സ്വാദിഖീൻ സ്വദഖ സത്യം പറഞ്ഞു, സ്വാദിഖ് സത്യം പറയുന്നവൻ, സ്വാദിഖൂൻ സത്യം പറയുന്നവർ. അതിനു മുമ്പിൽ മിൻ വരുമ്പോൾ മിന സ്വാദിഖീൻ എന്നാവും, സത്യം പറയുന്നവരിൽ പെട്ടവൻ. ഇൻ കാന മിന സ്വാദിഖീൻ, അദ്ദേഹം സത്യം പറയുന്നവരിൽ പെട്ടവനാണെങ്കിൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വൽ ഖാമിസത്ത അന്ന ഗളബല്ലാഹി അലൈഹ ഇൻ കാന മിന സ്വാദിഖീൻ, അദ്ദേഹം സത്യം പറയുന്നവരിൽ പെട്ടവനാണെങ്കിൽ അവളുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിക്കോട്ടെ എന്ന് 5-മതായിക്കൊണ്ട് പറയണം. അടുത്തായത് വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വ അന്നല്ലാഹ തവ്വാബുൻ ഹക്കീം. വലൗല ഫദ്ലുല്ലാഹി, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, അർത്ഥം കൊടുക്കേണ്ടതില്ല. ലൗല, ലൗല എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഫദ്ലുല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത, അലൈക്കും നിങ്ങളുടെ മേൽ, അല മേൽ, കും നിങ്ങളുടെ, അലൈക്കും നിങ്ങളുടെ മേൽ, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും, റഹ്മത്ത് കാരുണ്യം, റഹ്മത്തുഹു അവൻ്റെ കാരുണ്യം, വ റഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ, അവൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യവും. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, വ അന്നല്ലാഹ തവ്വാബുൻ ഹക്കീം, വ അന്ന, വാവ് ഇസ്തിനാഫിയുടെ വാവ്, അർത്ഥം കൊടുക്കേണ്ടതില്ല, അന്ന നിശ്ചയമായും, തീർച്ചയായും, വ അന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു, തീർച്ചയായും അള്ളാഹു, തവ്വാബുൻ, തവ്വാബുൻ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവൻ, തവ്വാബ് പശ്ചാത്താപം, അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഹക്കീമുൻ അഗാധജ്ഞനാണ് അല്ലെങ്കിൽ യുക്തിജ്ഞനാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വ അന്നല്ലാഹ തവ്വാബുൻ ഹക്കീം, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും എങ്ങാനും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും യുക്തിജ്ഞനുമാണ്. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, ഭാര്യാഭർത്താക്കൾക്കിടയിൽ വ്യഭിചാരാരോപണം ഉണ്ടാകുന്ന സമയത്ത് ആരാണോ ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം ആദ്യം അയാളുടെ ഭാഗം പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആദ്യം പറയുകയാണ്, അങ്ങനെ ഒരു തെറ്റവൾ ചെയ്തിട്ടുണ്ട്, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, അങ്ങനെ അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവാണ് സത്യം, ഞാൻ പറയുന്നത് സത്യമാണ്, അങ്ങനെ 4 പ്രാവശ്യം അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്ന് പറയും. 5-മതായിക്കൊണ്ട് അദ്ദേഹം എന്തു പറയും? 5-മതായിക്കൊണ്ട് അദ്ദേഹം പറയും, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് അദ്ദേഹം ശാപപ്രാർത്ഥനയും നടത്തും. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അത് പറയുന്നതോടുകൂടി
ആ ഭാര്യയ്ക്ക് ശിക്ഷ ലഭിക്കാൻ അർഹതയായി. എന്ന് പറഞ്ഞാൽ ഇനി ഭാര്യ അവിടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കും. അത് സമ്മതിച്ചു കഴിഞ്ഞാലും ശിക്ഷ ലഭിക്കും. കാരണം അവിടെ ആദ്യത്തെ ആൾ ആ ഒരു സാക്ഷ്യം വഹിച്ചു, ലഅനത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനയും അതും നടത്തി. അതോടുകൂടി ശിക്ഷ ലഭിക്കാൻ കാരണമായി. ഇനി ആ ശിക്ഷ ലഭിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വയദ്റഉ അൻഹൽ അസാബ, അവളിൽ നിന്ന് ആ ശിക്ഷയെ തടയും, അല്ലെങ്കിൽ അവളിൽ നിന്ന് ആ ശിക്ഷയെ തട്ടിക്കളയും. എന്ത് ചെയ്താൽ? അൻ തഷ്ഹദ അർബ ഷഹാദാത്തിൻ ബില്ലാഹി ഇന്നഹു ലമിനൽ കാദിബീൻ. അദ്ദേഹം പറഞ്ഞത്, ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞത്, അതായത് ഭർത്താവ് പറഞ്ഞത് കളവാണ്, അദ്ദേഹം കളവ് പറയുന്നവരിൽ പെട്ടവനാണ് എന്ന് 4 പ്രാവശ്യം അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയണം. അള്ളാഹുവാണ് സത്യം, അദ്ദേഹം പറയുന്നത് കളവാണ് എന്ന് 4 പ്രാവശ്യം ആ ഭാര്യ സത്യം ചെയ്യണം. എന്നിട്ട് 5-ാമതായിക്കൊണ്ട് വൽ ഹാമിസത്ത അന്ന ഗളബല്ലാഹി അലൈഹ ഇൻകാന മിന സ്വാദിഖീൻ. 5-ാമതായിക്കൊണ്ട് ആ ഭാര്യ പറയണം, അദ്ദേഹം പറയുന്നത്, അതായത് ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം സത്യം പറയുന്നവരിൽ പെട്ടവനാണെങ്കിൽ എൻ്റെ പേരിൽ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടായിക്കോട്ടെ എന്ന്. നേരത്തെ പറഞ്ഞ അതേ ശാപപ്രാർത്ഥന പോലെയുള്ള ഒരു പ്രാർത്ഥന. അപ്പോൾ 4 പ്രാവശ്യം പറയണം. ആദ്യം പറഞ്ഞ ആൾ പറയുന്നത് കളവാണ്, അദ്ദേഹം കളവ് പറയുന്നതിൽ പെട്ടവനാണ്, അദ്ദേഹം പറഞ്ഞത് കളവാണ് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയണം. 5-ാമതായിക്കൊണ്ട് പറയണം, ഇനി അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ, എന്നെക്കുറിച്ചുള്ള ആരോപണം അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടായിക്കോട്ടെ. ഇങ്ങനെ ആ 2-ാമത്തെ ആൾ പറഞ്ഞാൽ അതോടുകൂടി ആ 2-ാമത്തെ ആളും ശിക്ഷയിൽ നിന്ന് ഒഴിവായി. പിന്നെ 2 പേർക്കും ശിക്ഷ ലഭിക്കൂല. പക്ഷെ അതോടുകൂടി അവരുടെ ബന്ധം വേർപെട്ടു. 2 പേരും ശാപപ്രാർത്ഥന നടത്തി. അതോടുകൂടി ആ 2 പേരുടെയും വിവാഹബന്ധം വേർപെട്ടു. ഇനി വേറെ ഒരു തലാഖിൻ്റെയോ മറ്റോ ഒന്നും ആവശ്യമില്ല. അവർ വേർപെട്ടു. അവർ രണ്ടും 2 ആളുകളായി മാറി. മരണം വരെ പിന്നെ അവർക്ക് ഇനി ഒന്നിക്കാനും കഴിയില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പലപ്പോഴും ഇതിൽ ഒരാൾ കളവ് പറയായിരിക്കും, 2 പേരും കൂടെ സത്യം പറയില്ലല്ലോ. ആരെങ്കിലും ഒരാൾ കളവ് പറയായിരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരാൾ കളവ് പറയുകയാണെങ്കിൽ എത്രത്തോളം വലിയ ഒരു പ്രാർത്ഥന, ശാപപ്രാർത്ഥനയാണ് അവിടെ നടത്തുന്നത്. അവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ കോപം എൻ്റെ മേലുണ്ടായിക്കോട്ടെ, അള്ളാഹുവിൻ്റെ ശാപം എൻ്റെ മേലുണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നരകം തന്നോട്ടെ, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ്. അത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിന് സ്വഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ സന്ദർഭങ്ങളിലൊക്കെ അവരെങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പക്ഷേ 2 പേർക്കും അവസരമുണ്ട്. ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മറ്റേ ആൾക്ക് ശിക്ഷ ലഭിക്കണമെന്നില്ല. അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. അതിന് അംഗീകരിക്കുകയാണെങ്കിൽ, ആ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ശിക്ഷ ലഭിക്കും. എന്നാൽ കുറ്റം സമ്മതിക്കാതെ ഈ രൂപത്തിൽ തിരിച്ചു പറയുകയാണെങ്കിൽ 2 പേർക്കും ശിക്ഷ ലഭിക്കില്ല. ഇനി പറയുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ പറയും വേണം. ഇപ്പോൾ 4 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞിട്ട് 5-ാമത്തെ പ്രാവശ്യം ശാപപ്രാർത്ഥന പറഞ്ഞല്ലോ. ഇതിൽ 5-ാമത്തെ പ്രാവശ്യം അത് പറഞ്ഞിട്ടില്ലായിരിക്കാം, ശാപപ്രാർത്ഥന പറഞ്ഞില്ല. അതുകൊണ്ട് കാര്യമില്ല, പറയുമ്പോൾ മുഴുവനായിട്ട് പറയണം. എന്നാലാണ് 2 പേർക്കും ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ പറ്റുള്ളൂ. എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറയാണ്, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ. അതൊരു വല്ലാത്തൊരു പ്രയോഗമാണ്. അതായത് നിങ്ങൾ അത്രത്തോളം ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ മേൽ ഉണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ആ രൂപത്തിലൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അള്ളാഹു വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അവരെ നാണം കെടുത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി അത് മാത്രമല്ല, അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അപ്പോൾ തന്നെ കൊടുക്കാനും അള്ളാഹുവിന് സാധിക്കും. പക്ഷെ അള്ളാഹു കാരുണ്യവാനാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും അപ്പോൾ അതേ സമയത്ത് തന്നെ നമുക്ക് ശിക്ഷ തരുന്നില്ല. അങ്ങനെ എങ്ങാനും ശിക്ഷ തരുന്ന ഒരു അള്ളാഹു ആയിരുന്നുവെങ്കിൽ നമുക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ളൊരു അവസരം പോലും കിട്ടൂല. ഓരോ തെറ്റിനും അപ്പോൾ അതേ സമയത്ത് തന്നെ ശിക്ഷ തരുന്നു എന്നുള്ള രൂപത്തിലാണെങ്കിൽ പിന്നീടൊന്ന് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരമൊന്നും കിട്ടൂല. കാരണം ഓരോ തെറ്റും നമ്മൾ അതിനുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ട് പോകണം. ഇത് പലപ്പോഴും തെറ്റുകൾ ചെയ്ത് ഒരു പക്ഷേ പല ആളുകൾക്കും കുറേ കഴിഞ്ഞതിന് ശേഷം മനസ്സ് മാറും, വളരെയധികം കുറ്റബോധം തോന്നും.
അവർ പശ്ചാത്തപിച്ച് മടങ്ങും. അതോടുകൂടി ആ തെറ്റിനെ അള്ളാഹു മായ്ച്ചു കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അവർ ചെയ്യുന്നത് തെറ്റാണ്, എന്നാൽ കാരുണ്യവാനായ അള്ളാഹു ആ സമയത്ത് അവർക്കതിനുള്ള ശിക്ഷ നൽകുന്നില്ല. അവർ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. ആ തരത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് അവിടെ ആ തരത്തിൽ പറയാനും നിലനിന്ന് പോകാനും സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹു പറയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും എങ്ങാനും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ. ഈ ഒരു ആയത്തിൽ അലൈക്കും എന്നൊരു പദപ്രയോഗമാണ് വന്നത്. തൊട്ട് മുമ്പത്തെ ആയത്തുകളിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ, അവൾ അല്ലെങ്കിൽ അവർ എന്നുള്ള രൂപത്തിൽ അവരുടെ ആ തെറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അലൈഹ, അവളുടെ മേലുണ്ടാകട്ടെ. അതേപോലെ ഇന്നഹു, നിശ്ചയമായും അവൻ. അപ്പോൾ ആ ഒരു ശാപപ്രാർത്ഥനയിലും അതുപോലെ ഈ ഒരു ആരോപണത്തിലുമൊക്കെ പങ്കാളിയാവുന്നവരെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഈ ആയത്തിൽ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മേൽ, അവരുടെ മേലെന്നല്ല. ആ ഒരു വ്യഭിചാരാരോപണം നടത്തുന്ന അത്തരക്കാരുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ മേലെന്ന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബാധകമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മളൊക്കെ ഈ തെറ്റല്ലെങ്കിലും മറ്റ് പല തെറ്റുകളും ചെയ്യുമ്പോൾ നമ്മളും ഓർക്കണം അള്ളാഹു എത്രത്തോളം കാരുണ്യം ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും അതാത് സമയങ്ങളിൽ ശിക്ഷ തരുന്നില്ലല്ലോ. മാത്രവുമല്ല അള്ളാഹു പല കാര്യങ്ങളും നമ്മളതിനെ മറച്ചു വെക്കുമ്പോൾ അള്ളാഹുവിന് വേണമെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാം, പക്ഷേ അത് അതുപോലെ തന്നെ ഒളിപ്പിച്ച് നിർത്തുന്നു. പലപ്പോഴും പല ആളുകൾക്കും പിന്നീട് കുറ്റബോധം തോന്നി അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് അതിൽ നിന്ന് മുക്തനാവുന്നു. അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കുകയാണ്, നല്ല വ്യക്തിയാവാനുള്ള അവസരം കൊടുക്കുകയാണ്. അള്ളാഹു നമ്മളെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ വെച്ച് മാനം കെടുത്തുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഈ ഒരു ആയത്തിൽ പറഞ്ഞ കാര്യം, അതായത് 10ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം, അത് ആ ഒരു വ്യഭിചാരാരോപണം നടത്തുന്നവർക്ക് മാത്രം ബാധകമായതല്ല, എല്ലാവർക്കും ബാധകമായതാണ്. അതുകൊണ്ട് അവിടെ വലൗലാ ഫദ്ലുല്ലാഹി അലൈഹിം, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും റഹ്മത്തും ഇല്ലായിരുന്നെങ്കിൽ എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ മേൽ അലൈക്കും എന്ന, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ്, വ അന്നല്ലാഹ തവ്വാബുൻ ഹക്കീം, നിശ്ചയമായും അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അതായത് നമുക്ക് പ്രചോദനം നൽകുകയാണ്. അഥവാ നിങ്ങളുടെ അടുത്ത് തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ. അതിന് വേറെ ഒരുപാട് പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ അബദ്ധത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അത് ഇത്തരം തെറ്റുകളാവട്ടെ അല്ലാത്ത തെറ്റുകളാവട്ടെ, പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ എന്ന് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ, അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചോളൂ, അള്ളാഹുവിൻ്റെ അടുത്ത് മടങ്ങിക്കോളൂ. നിങ്ങൾ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അത് പിന്നീട് ആവർത്തിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനോട് ഈ ഒരു പാപം പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ ആണെങ്കിൽ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. മാത്രമല്ല ഹക്കീം, അവൻ യുക്തിജ്ഞനാണ്, അവൻ അഗാധജ്ഞനാണ്, എല്ലാം കൃത്യമായി അറിയുന്നവനാണ്. എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള സൂക്ഷ്മമായ അറിവ് അവനുണ്ട്. നമ്മൾ ഏത് രൂപത്തിലാണ് ആ പ്രാർത്ഥന നടത്തുന്നത്, നമ്മൾ ഏത് രൂപത്തിലാണ് ആ ഒരു പശ്ചാത്താപം നടത്തുന്നത്, സ്വന്തം മനസ്സിൽ വേദന ഉണ്ടായിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ, എല്ലാം അവനറിയാം. അവന് കൃത്യമായി കാര്യങ്ങൾ അഗാധമായി അറിയുന്ന അഗാധജ്ഞനാണ് അവൻ. ഇതാണ് ഈ ഒരു 3 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. ഇനി നമുക്ക് ഈ 3 ആയത്തുകളിലെ പാരായണ നിയമങ്ങൾ നോക്കാം. വ യദ്റഉ, അവിടെ ദാലിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. ദ് എന്നുള്ളത് വെളിവാക്കി കേൾക്കണം. വ യദ്റഉ അൻഹ, അൻഹ എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂന് വന്നത് ഹാഇൻ്റെ മുമ്പാണ്. അപ്പോൾ ഹാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. അൻഹ അൽ അസാബ, അവിടെ അൻഹ എന്നുള്ളിടത്ത് ഹ എന്നുള്ളതിന് മദ്ദുണ്ട്, നീട്ടാനുണ്ട്. പക്ഷേ അതിന് ശേഷം ഹംസത്ത് വസ്ല, അൽ അസാബ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്ലാണ്. മദ്ദിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും. അപ്പോൾ അൻഹ എന്ന് നീട്ടൂല, അൻഹൽ അസാബ എന്നാ പറയാം. അൻഹൽ അസാബ. അൻ തഷദ,
സുക്കൂനിലെ നൂനിന് ശേഷം താ വന്നു. അതിനെ ഇഖ്ഫാ ചെയ്യണം, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ തഷ്ഹദ, അൻ എന്ന് പറയില്ല, തഷ്ഹദ, ആ നൂനിനെ അവ്യക്തമാക്കി പറയാം. അർബ ഷഹാദാത്തിൻ ബില്ല, ഷഹാദാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ് ശരിക്ക്. അതിനുശേഷം വന്നത് ബില്ല, ബാ ആണ്. അപ്പോൾ തൻവീനിന് ശേഷം ബാ വന്നു. ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റി പറയണം. ആ നിയമത്തിന് ഇഖ്ലാബ് എന്നാണ് പറയാം. അപ്പോൾ ഷഹാദാത്തിൻ എന്നല്ല പറയാം, ഷഹാദാത്തിം. ഒരു മീമിൻ്റെ ശബ്ദമാണ് അവിടെ വരേണ്ടത്. അതിനെ സൂചിപ്പിക്കാൻ അവിടെ ഒരു മീം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഷഹാദാത്തിം ബില്ല ഒരൽപ്പം മണിക്കും വേണം. ഷഹാദാത്തിം ബില്ലാഹി ഇന്നഹു, അവിടെ ബില്ലാഹി എന്ന് കഴിഞ്ഞിട്ട് ഒരു ലാമ് കാണാം. അവിടെ പാരായണം നിർത്താതെ പോവുകയാണ് വേണ്ടത്. ഇന്നഹു, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഹു എന്നുള്ള ഹ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് അതിനെ ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. ഇന്നഹു, അതിനെ സൂചിപ്പിക്കാൻ ഒരു ചെറിയ വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ലെമിനൽ കാസിബീൻ, അവസാനത്തെ നൂനിനെ സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിദ്. അടുത്ത ആയത്തിൽ വൽ ഖാമിസത്ത അന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഗളബല്ലാഹി അലൈഹാ, അലൈഹാ എന്നുള്ളിടത്തിൽ നീട്ടൽ അവസാനം. അതിനുശേഷം ഇൻ, ഹംസയാണ് വന്നത്. ഇൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു, അല്ലെങ്കിൽ നീട്ടലിന് ശേഷം ഹംസ വന്നു. നീട്ടലിന് ശേഷം ഹംസ വന്നാൽ അത് രണ്ടും ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ നോക്കണം. ഇവിടെ അലൈഹ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് മദ്, ഇൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് അതിനെ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. അലൈഹ ഇൻകാന, കാഫിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ആ സുക്കൂനിലെ നൂനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഇൻ എന്ന് വെളിവാക്കി പറയില്ല, ഇൻകാന. മിനസ്വാദിഖീൻ, അവസാനത്തെ നൂനെ സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിദ്. ഈ മദ് ആരിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ മിനസ്വാദിഖീൻ എന്ന് എടുക്കുകയാണെങ്കിൽ സ്വാദിഖീൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് ശരിക്കും അവിടെ ഫത്ഹാണല്ലോ. പക്ഷെ നമ്മൾ പാരായണം നിർത്താൻ വേണ്ടി നമ്മളായിട്ട് സുക്കൂനിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പാരായണം നിർത്തുന്ന സ്ഥലത്ത് നമ്മളായിട്ട് സുക്കൂനിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടലുണ്ടെങ്കിൽ അതിനെയാണ് മദ് ആരിദാക്കുക. അപ്പോൾ ആ മദ് ആരിദ് 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള നൂന, അവിടെ നമ്മൾ ആ നൂനിന് സുക്കൂന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നീട്ടൽ വന്നു, ഖീ എന്നുള്ള നീട്ടൽ, അത് മദ് ആരിദായിട്ട് മാറും. അവിടെ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ അതിനെ നീട്ടാൻ അനുവാദമുണ്ട്. അടുത്ത ആയത്തിൽ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, വറഹ്മത്തുഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉൽ അമീർ, അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് അതിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു ചെറിയ വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറഹ്മത്തുഹു വ അന്നല്ലാഹ, നൂനിൻ്റെ ശബ്ദം മണിക്കുക. തവ്വാബുൻ ഹക്കീം, തവ്വാബുൻ, തവ്വാബുൻ എന്നതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം വന്നത് ഹ ആണ്. ഹാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനാണെങ്കിൽ അതിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. അപ്പോൾ തവ്വാബുൻ, ഉൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. തവ്വാബുൻ ഹക്കീം, അവസാനത്തെ മീമിന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിദ്. നമുക്ക് ഈ 3 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വയദ്റഉ അൻഹൽ അസാബ അൻ തശ്ഹദ 4 ഷഹാദാത്തിൻ ബില്ലാഹി ഇന്നഹു ലമിനൽ കാസിബീൻ. والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വയദ്റഉ, തടഞ്ഞു കളയും അല്ലെങ്കിൽ തട്ടിക്കളയും. എന്തിനെയാണ് തട്ടിക്കളയുക? എന്തിനെയാണ് തടയുക? അൽ അസാബ, ശിക്ഷയെ. അപ്പോൾ ആ ഒരു ക്രിയയോട് ആരെ എന്തിനെന്നൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് മഫ്ഊലും ബിഹി, അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ കർമ്മം. അപ്പോൾ യദ്റഉ, തട്ടിക്കളയും. ആരെ തട്ടിക്കളയും? എന്തിനെ തട്ടിക്കളയും? എന്തിനെ തടയും? അൽ അസാബ, ശിക്ഷയെ. അപ്പോൾ അത് ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, സാധാരണ ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് അസാബ എന്ന അവസാനത്തിൽ ഫത്ത് ഇട്ട് എഴുതിയത്. അൻ തഷ്ഹദ, ഈ അന്ന് വരുന്ന സമയത്ത് അൻ, ലൻ, ഇസൻ, കൈ പോലെയുള്ള പദങ്ങളൊക്കെ ഒരു മുളാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പ് വന്നാൽ ആ മുളാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. സാധാരണ അതിൻ്റെ അവസാനത്തിൽ ഫത്ത് കൊടുക്കുകയാണ് ചെയ്യുക, എപ്പോഴും അങ്ങനെയല്ല. അപ്പോൾ യഷ്ഹദു അല്ലെങ്കിൽ തഷ്ഹദു എന്നൊക്കെ ഉള്ളതിൻ്റെ മുമ്പിൽ അൻ ചേർത്താൽ അൻ തഷ്ഹദ, അൻ യഷ്ഹദ, അങ്ങനെയാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ തഷ്ഹദു എന്നുള്ളതിൻ്റെ മുമ്പിൽ അൻ വന്നപ്പോൾ അൻ തഷ്ഹദ എന്നായത്. 4 ഷഹാദാത്തിൻ ബില്ലാഹി,
ബില്ലാഹി എന്നുള്ളിടത്ത് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ഹർഫ് ജറായിട്ടുള്ള ബി വന്നു. അപ്പോൾ ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസ്ർ വരും. അതുകൊണ്ടാണ് ബില്ലാഹി അവസാനത്തിൽ ഹി എന്ന് വരാൻ കാരണം തുടക്കത്തിൽ ആ ബി വന്നതുകൊണ്ടാണ്. ഇന്നഹു ലമിനൽ കാസിബീൻ, കാസിബൂൻ എന്നുള്ളതാണ് റഫ്ഇൻ്റെ രൂപം. കാസിബീൻ എന്ന് പറയുമ്പോൾ അത് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപമാണ്. അപ്പോൾ ഒരു ഇസ്മിൻ്റെ മുമ്പ് മിൻ വന്നാൽ, ബി, മിൻ, ഇല, അല പോലെയുള്ള ഹർഫ് ജറുകൾ വന്നാൽ ആ ഇസ്മിന് ജെറ് കിട്ടും. സാധാരണഗതിയിൽ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനോടാണ് ജെറിനെ സൂചിപ്പിക്കുക. പക്ഷേ അങ്ങനെ അല്ലാത്ത സന്ദർഭമുണ്ട്. ഇപ്പോൾ ഇവിടെ കാസിബൂൻ എന്നുള്ളതിൻ്റെ മുമ്പ് മിൻ വരുന്ന സമയത്ത് മിനൽ കാസിബൂനി എന്നല്ല പറയാം, അവസാനത്തിൽ കൊണ്ടുപോയി കസ്ർ എഴുതുകയല്ല ചെയ്യുക. മറിച്ച് കാസിബൂൻ എന്നുള്ളതിന് പകരം കാസിബീൻ എന്നാക്കും, അവസാനത്തെ വാവ് മാറ്റി യാ ആക്കും. അങ്ങനെയാണ് ജെറിനെ സൂചിപ്പിക്കുക. നെസ്ബിനെയും അങ്ങനെ തന്നെ സൂചിപ്പിക്കുക. ഇവിടെ മിൻ വന്നതുകൊണ്ട് ജെറാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് കാസിബൂൻ എന്നുള്ളതിനെ മാറ്റി കാസിബീൻ എന്ന ജെറിൻ്റെ രൂപത്തിൽ എഴുതി. അടുത്ത ആയത്തിൽ വൽ ഖാമിസത്ത അന്ന ഖലബല്ലാഹി, അന്ന എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ, അന്ന, ഇന്ന പോലെയുള്ള പദങ്ങളൊക്കെ വന്നാൽ അതിനുശേഷം അതിൻ്റെ ഒരു ഇസ്മ ഉണ്ടെങ്കിൽ, ഇന്നയുടെ ഇസ്മ അല്ലെങ്കിൽ അന്നയുടെ ഇസ്മ എന്ന് പറയും. അന്ന എന്തിനെക്കുറിച്ചാണോ പറഞ്ഞത് അതാണ് അന്നയുടെ ഇസ്മ. അതിനെപ്പോഴും നെസ്ബായിരിക്കും. ഇന്നല്ലാഹ ഗഫൂർ എന്നാ പറയാം, ഇന്നല്ലാഹു എന്ന് പറയില്ല. അതേപോലെ അന്നല്ലാഹ എന്നേ പറയുള്ളൂ, അന്ന ഖലബ എന്നേ പറയുള്ളൂ, അന്ന ഖലബു എന്ന് പറയില്ല. അപ്പോൾ അന്ന വന്നതുകൊണ്ടാണ് ഖലബ എന്ന് ആ ഖലബിന് അവസാനത്തിൽ ഫത്ത് ഇടാനുള്ള കാരണം അന്ന വന്നതുകൊണ്ടാണ്. ഇനി ഖലബിനെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ഇത് എന്നുള്ള രൂപത്തിൽ പറയാൻ വേണ്ടി കുട്ടിയുടെ പേന, വീടിൻ്റെ വാതിൽ, അള്ളാഹുവിൻ്റെ കോപം, അങ്ങനെ പറയുന്ന സമയത്ത് ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഖലബല്ലാഹി, ഖലബിനെ ചേർത്തത് അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് അള്ളാഹു എന്നുള്ള ആ ഒരു പദം ലഫ്ദുൽ ജലാല, അതിന് ജെറ് കിട്ടണം. സാധാരണഗതിയിൽ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനുണ്ടോ, ഇവിടെ കസ്ർ ഇട്ടിട്ട് ജെറ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനത്തിൽ ഖലബല്ലാഹി, അവസാനത്തിൽ ഹി എന്ന് കസ്ർ ഇടാനുള്ള കാരണം അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. ഇനി അലൈഹ ഇൻ കാന മിന സ്വാദിഖീൻ, ഇവിടെ മിൻ വന്നു, മിൻ ഹർഫ് ജറാണ്. സ്വാദിഖൂൻ എന്ന് പറയുമ്പോൾ അത് റഫിൻ്റെ രൂപമാണ്, സ്വാദിഖീൻ എന്ന് പറയുമ്പോഴാണ് ജറിൻ്റെ രൂപം. ആ മിൻ വന്നപ്പോൾ ജറ് കൊടുക്കണം, അതിനാണ് സ്വാദിഖൂൻ എന്ന് എഴുതാതെ സ്വാദിഖീൻ എന്ന് എഴുതിയത്. അടുത്ത ആയത്തിൽ വലൗല ഫദ്ലുല്ലാഹി, ഫദ്ലുല്ലാഹി നേരത്തെ ഖലബല്ലാഹി പറഞ്ഞില്ലേ, അതേപോലെ ഫദ്ലുല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത, അങ്ങനെ പറയുമ്പോൾ ആ ഫദ്ലിനെ അള്ളാഹുവിലേക്ക് ചേർത്തു. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം ഇവിടെയും മുലാഫിൻ ഇലൈഹിയാണ്. അതുകൊണ്ട് അതിന് ജെറ് കിട്ടും. അതുകൊണ്ടാണ് അതിൻ്റെ അവസാനത്തിൽ കസ്റിട്ട് കൊടുത്തത്, ലാഹി എന്ന് എഴുതിയത്. അലൈക്കും വറഹ്മത്തുഹു വ അന്നല്ലാഹ, അന്ന നേരത്തെ അന്ന ഖലബ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ അന്നല്ലാഹ, അന്ന വന്നതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ ഫത്ത് ഇട്ടത്. അന്നല്ലാഹു എന്ന് പറയില്ല, അന്നല്ലാഹ എന്നാണ് പറയാം. ഇന്ന, അന്ന പോലെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ. ഇനി അന്നല്ലാഹ തവ്വാബുൻ, ഈ അന്ന, ഇന്ന പോലെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ അത് എന്തിനെക്കുറിച്ചാണോ പറഞ്ഞത് അത് അന്നയുടെ ഇസ്മ അല്ലെങ്കിൽ ഇന്നയുടെ ഇസ്മ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ അന്നല്ലാഹ എന്ന് പറയുമ്പോൾ ആ അന്നയുടെ ഇസ്മ അള്ളാഹു എന്നുള്ള പദമാണ്, അതിനാണ് നെസ്ബ് കിട്ടുക. ഇനി അതിൻ്റെ ഒരു വിവരണമായിക്കൊണ്ടൊരു പദം വരികയാണെങ്കിൽ അതിനെ അന്നയുടെ ഖബർ, ഇന്നയുടെ ഖബർ എന്ന് പറയും. ഇവിടെ അന്നയുടെ ഖബറായിട്ട് വന്നത് തവ്വാബ് എന്നാണ്. ഈ അന്നയുടെ ഖബറിന് റഫ് ആയിരിക്കും, അന്നയുടെ ഇസ്മിന് നെസ്ബാണെന്ന് പറഞ്ഞു അന്നല്ലാഹ. അതേസമയം അന്നയുടെ ഖബറിന് റഫ് ആയിരിക്കും വരിക. ഇന്നല്ലാഹ ഗഫൂറുൻ എന്ന് പറയുമ്പോൾ ഇന്നല്ലാഹ അവിടെ ഫത്താണ്, ഗഫൂറുൻ അവിടെ ലമ്മാണ്. അപ്പോൾ ഇന്നയുടെ ഇസ്മിന് ഫത്ത് കൊടുത്തു, നെസ്ബ് കൊടുത്തു, ഇന്നയുടെ ഖബറിന് റഫ് കൊടുത്തു ലമ്മ് കൊണ്ട്. ഇവിടെ അതേപോലെ തന്നെ അന്നല്ലാഹ തവ്വാബുൻ, ഇന്നല്ലാഹ ഗഫൂറുൻ എന്ന് പറഞ്ഞ അതേപോലെ അന്നല്ലാഹ തവ്വാബുൻ. എന്തുകൊണ്ടാണ് തവ്വാബുൻ എന്നെഴുതിയത്? അത് അന്നയുടെ ഖബറാണ്, ഖബറിന് റഫ് കൊടുക്കണം, അതുകൊണ്ടാണ് തവ്വാബുൻ എന്നെഴുതിയത്. ഇനി തവ്വാബുൻ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഹക്കീം. അങ്ങനെ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. ഇവിടെ തവ്വാബുൻ തുടക്കത്തിൽ അലിഫ്ലാമില്ല, ഹക്കീമുൻ അതിൻ്റെയും തുടക്കത്തിൽ അലിഫ്ലാമില്ല. തവ്വാബുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ റഫ് തൻവീനാണ്, ഹക്കീമുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും റഫ് തൻവീനാണ്. അപ്പോൾ ഒന്നിൻ്റെ വിശേഷണമായതുകൊണ്ടാണ് രണ്ടിനും ഒരേ രൂപഘടന കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.